ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം ഹെൻറി ഡേവിഡ് തോറോ. ആരാണ്? ഹെൻറി ഡേവിഡ് തോറോ. ഇന്ത്യയുടെ പതാക സാർവദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത? ഇന്ത്യയുടെ പതാക സാർവദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത? ഉത്തരം മാഡം കാമ. അടുത്ത ചോദ്യം, 1857 അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തി മരിക്കുന്നത് വരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ്? ചോദ്യം ശ്രദ്ധിക്കണേ. 1857 അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തി മരിക്കുന്നത് വരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ബർമ്മ. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർപദവി ഉപേക്ഷിച്ചത്? ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർപദവി ഉപേക്ഷിച്ചത് ആര്? ഉത്തരം ടാഗോർ. അടുത്ത ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഏതാണ്? ബെൽഗ്രേഡ് സമ്മേളനം. ഏത് സമ്മേളനമാണ്? ബെൽഗ്രേഡ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജലഗതാഗത കനാൽ? ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജലഗതാഗത കനാൽ? ഉത്തരം ഏതായിരിക്കാം? ഓപ്ഷൻ സി ആണ് കേട്ടോ, മറക്കല്ലേ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് കൽക്കത്ത ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര്? ഇന്ത്യൻ അസോസിയേഷൻ അല്ലേ. അപ്പൊ ആരായിരിക്കാം? ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ സ്ഥലം ഏതാണ്? കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ സ്ഥലം ഏതാണ്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, CDS ഏത് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി അല്ലേ. CDS ഏത് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കുടുംബശ്രീ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തണമെന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തണമെന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? ഉത്തരം എവിടെയായിരിക്കാം? ഉത്തരം കിട്ടിയോ? നിർദ്ദേശക തത്വങ്ങൾ. ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ചോദ്യം, റഷ്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണ്? റഷ്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണ്? കൂടംകുളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ? ഉത്തരം ബാംഗ്ലൂർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് ക്ഷേത്ര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? കേരളത്തിലെ ഏത് ക്ഷേത്ര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഉത്തരം വൈക്കം ക്ഷേത്രം. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി എവിടെയാണ്? കൊൽക്കത്ത. 1925 മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ സെക്രട്ടറി PA ടാഗോർ എന്ന പേരിൽ അദ്ദേഹത്തോടൊപ്പം ജപ്പാനിലെത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി? ചോദ്യം ശ്രദ്ധിക്കണേ. 1925 മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ സെക്രട്ടറി PA ടാഗോർ എന്ന പേരിൽ അദ്ദേഹത്തോടൊപ്പം ജപ്പാനിലെത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി?
ഉത്തരം റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ്. എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സങ്കരവർഗം പശു ഏത്? താഴെ പറയുന്നവയിൽ സങ്കരവർഗം പശു ഏത്? ഉത്തരം വെച്ചൂർ പശു. അടുത്ത ചോദ്യം, ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി? ശ്രദ്ധിക്കണേ, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഏതായിരിക്കാം? ഉത്തരം ഭ്രാന്തി പശു. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത്? UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത്? ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആന്റിപൈററ്റിക്കുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നത് ഏത്? താഴെ പറയുന്നവയിൽ ആന്റിപൈററ്റിക്കുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിലേതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നേ? ഉത്തരം കിട്ടിയോ? ഉത്തരം ഓപ്ഷൻ സി. ഏതാണ്? പാരസെറ്റാമോൾ ആണ്. ഏതാണ്? പാരസെറ്റാമോൾ. ഏറ്റവും വേഗം കൂടിയ സസ്യവർഗമായ സസ്യം ഏത്? അപ്പോൾ ചോദ്യം എങ്ങനെയാണ്? അതായത് ഏറ്റവും വേഗത്തിൽ വളരുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നേ? ഉത്തരം ഓപ്ഷൻ എ. ഏതാണ്? മുള. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഏതാണ്? അരുണാചൽ പ്രദേശ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഹിരാകുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? ഹിരാകുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? ഏത് നദിയാണ്? കിട്ടിയോ? നോക്കിയ ഓപ്ഷൻ നോക്കിയ. കൃഷ്ണ, ഗോദാവരി, കാവേരി, മഹാനദി. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, മഹാനദി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണേ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഏതായിരിക്കാം? ഏതാണ്? ഓപ്ഷൻ എ. ഉത്തരായന രേഖ. ഏതാണ്? ഉത്തരായന രേഖ. അടുത്ത ചോദ്യം, ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചത്? ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ എന്തോന്ന് സവർണജാഥ സംഘടിപ്പിച്ചത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്തോന്നാണ്? പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ലാഹോർ ആണ്. ഏതാണ്? ലാഹോർ ആണ്. ഇവിടെ ചോദ്യങ്ങൾ വരും, ശ്രദ്ധിക്കണേ. ഈ സമ്മേളനത്തിന് അധ്യക്ഷൻ ആരാണ്? അതാരാണ് അധ്യക്ഷൻ? അത് നെഹ്റുവാണ്. ആരാണ്? നെഹ്റുവാണ്. അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനമെടുത്ത സമ്മേളനം ഏതാണ്? അതും ഏതാണ്? ഈ ലാഹോർ സമ്മേളനമാണ്. ഓക്കെ. അതുപോലെ ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിയ സമ്മേളനം ചോദിച്ചാലും ഏതാണ്? ഈ ലാഹോറിലെ സമ്മേളനം. ഓക്കെ. അപ്പൊ ഈ 4 പോയിന്റുകൾ PSC നിരന്തരമായി ചോദിക്കുന്നവയാണ്, മറക്കരുത്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി നിയമിതനായ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി നിയമിതനായ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണല്ലോ. ആരാണ്? ഓപ്ഷൻ സി. ആരാ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം നെഹ്റു ആണ്. ആരാണ്? നെഹ്റു. ഓക്കെ.